ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങളുടെ ഡേ 5 വീഡിയോയുമായിട്ട് എത്തിയിരിക്കുകയാണ്. ഇപ്പം ഞങ്ങളിരിക്കുന്നത് ഇന്റർലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വില്ലേജിലാണ്. ഇന്നത്തെ പ്ലാൻ പ്രകാരം നമ്മൾ പോകുന്നത് യങ് ഫ്രായോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൗണ്ടൻ റീജിയനിലേക്കാണ്. അപ്പോൾ യങ് ഫ്രായോക്കിലേക്ക് എത്താനായിട്ട്, അതിൻ്റെ മൗണ്ടൻ പീക്കിലെത്താനായിട്ട് നമ്മൾ ആദ്യം ഇന്റർലേക്ക് നോയിസ്റ്റിയിൽ നിന്ന് ഗ്രിൻഡൽവാൾഡ് ടെർമിനലിലേക്ക് ഒരു ട്രെയിനിൽ പോകണം. അതിനുശേഷം അവിടുന്ന് പിന്നെ ഉള്ളത് കേബിൾ കാറാണ്. കേബിൾ കാറ് ഗ്രിൻഡൽവാൾഡ് ടെർമിനലിൽ നിന്ന് പോയിട്ട് ഐഗർ ഗ്ലേഷ്യർ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അവിടുന്ന് അവരുടെ ലാസ്റ്റ് സ്ട്രെച്ച് ഉള്ളത് ഒരു കോഗ്വീൽ ട്രെയിനാണ്. അപ്പം നമ്മൾ നമ്മുടെ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ ഈ ഏറ്റവും കുത്തനെയുള്ള മലമുകളിലേക്ക് കയറാനായിട്ട് അവർ കോഗ്വീൽ ട്രെയിൻസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും കുറച്ച് ലാസ്റ്റ് സ്ട്രെച്ച് കുറച്ച് സ്റ്റീപ്പ് ആയതുകൊണ്ട് കോഗ്വീൽ ട്രെയിൻ മാത്രമാണ് ടോപ്പിലേക്ക് എത്താനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ യങ് ഫ്രായോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീ ലെവലിൽ നിന്നും ഒരുപാട് മേലെ ഇരിക്കുന്ന ഒരു മലനിരയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ടാവും എന്നാണ് നമുക്ക് മനസ്സിലായത്. ഇന്നലെ രാത്രിയും അവിടെ സ്നോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് കണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് പറ്റിയ ഫുൾ ടയറിലൊക്കെയാണ് പോകുന്നത്. ഫുൾ ബൂട്ട്സും അതുപോലെ വിൻ്റർ ജാക്കറ്റും തേർമൽസും ഒക്കെ ഇട്ടുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ കാണിക്കാം. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് ട്രെയിനിൽ ഇന്റർലേക്ക് നോയിസ്റ്റിയിൽ നിന്ന് ഗ്രിൻഡൽവാൾഡിലേക്കുള്ള സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ലേക്ക് ബ്രിയൻസിൻ്റെ അടുത്തു കൂടിയാണ്. അപ്പം നമ്മൾ സ്വിറ്റ്സർലൻഡിൽ കണ്ട ബാക്കി എല്ലാ ലേക്സും റിവേഴ്സൊക്കെ വേറെ കളറായിരുന്നു. പക്ഷേ ഈ ലേക്കിന് മാത്രമാണ് സ്വിറ്റ്സർലൻഡിൽ ഈ ഒരു കളറുള്ളതെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പം ഇത് ഏകദേശം നമ്മൾ ബാലിയിലും തായ്ലൻഡിലൊക്കെ കാണുന്ന കടലിൻ്റെ അതേ കളറാണ്. അപ്പം ഇതിനകത്ത് ബോട്ടിങ്ങും ഉണ്ടെന്നാണ് കേട്ടത്. പക്ഷെ നമുക്ക് ബോട്ടിങ് പോകാൻ ടൈം കിട്ടുമോ ഇല്ലയോ എന്ന് അറിയില്ല. കിട്ടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ പോവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ വിഷ്വൽസ് ഒക്കെ. അപ്പോൾ ഈ ലേക്കിന് ഈ പേര് വന്നത് ഈ വില്ലേജ്, ഇവിടെ ഈ വില്ലേജിന്റെ പേരും ബ്രിയൻസ് എന്നാണ്. അപ്പൊ അതിൽ നിന്നാണ് ഈ ലേക്കിന് പേര് വന്നത്. ഇവിടെ ഈ ട്രെയിനിൻ്റെ ഒരു സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് ട്രെയിൻ ഇറങ്ങിയത് ഗ്രിൻഡൽവാൾഡ് ടെർമിനൽ എന്ന് പറഞ്ഞ സ്റ്റേഷനിലായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഒരു ചെറിയ ബസ് എടുത്തിട്ടാണ് ഈ ഗൊണ്ടോള റൈഡിനുള്ള കേബിൾ കാറിന്റെ സ്റ്റേഷനിലേക്ക് വന്നത്. ഗ്രിൻഡൽവാൾഡ് ടെർമിനൽ സ്റ്റേഷനിൽ നിന്ന് മേലോട്ട് പോകാനായിട്ട് 2 മെത്തേഡ് ഉണ്ട്. ഒന്ന്, ഒരു ട്രെയിൻ എടുത്തിട്ട് വേറെ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നിന്ന് കേബിൾ കാർ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഗ്രിൻഡൽവാൾഡ് ടെർമിനലിൽ നിന്ന് തന്നെ ഈ ഗൊണ്ടോള റൈഡ് വഴി ഐഗർ എക്സ്പ്രസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നിന്ന് പിന്നെ കോഗ്വീൽ ട്രെയിനാണ്. അപ്പം ഞങ്ങൾ ചൂസ് ചെയ്തത് ഗ്രിൻഡൽവാൾഡ് ടെർമിനലിൽ നിന്ന് തന്നെ ഗൊണ്ടോള റൈഡ് എടുത്തിട്ട് ഐഗർ എക്സ്പ്രസ് സ്റ്റേഷനിൽ പോകാനായിട്ടാണ്. അപ്പൊ ഇപ്പൊ ഗൊണ്ടോള റൈഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഗ്രിൻഡൽവാൾഡ് ടെർമിനലിൽ നിന്ന് ഈ ഐഗർ എക്സ്പ്രസ് സ്റ്റേഷനിലേക്ക് ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള റൂട്ടും ഈ ഗൊണ്ടോള റൈഡായിരുന്നു. ഇത് ഓൾമോസ്റ്റ് ഒരു 15 മിനിറ്റ്സിൽ അവിടെ എത്തും എന്നാണ് പറഞ്ഞത്. ഇപ്പൊ പതുക്കെ വാല്യൂ വ്യൂ കഴിഞ്ഞ് നമുക്ക് ആ സ്നോയി മൗണ്ടൻസ് ഒക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. മൗണ്ടന്റെ അടുത്ത് എത്താറായപ്പോഴത്തേക്കും കുറച്ചും കൂടെ വലിയ പൈൻ ട്രീസും ഒക്കെയാണ് പിന്നെ താഴെ കാണുന്നത്. അതിനു മുമ്പ് നമുക്ക് ചെറിയ ഫാം ഏരിയാസ് പോലത്തെ ഗ്രീൻ ഫീൽഡ്സും അതൊക്കെയാണ് കാണുന്നുണ്ടായിരുന്നത്. ഇപ്പൊ കുറച്ചും കൂടെ മരങ്ങളും ഒക്കെ കാണാനായിട്ട് തുടങ്ങി.
അങ്ങനെ കുറച്ച് ആ, ആ, മലയുടെ മേലേക്കുള്ള അത് കയറാനായിട്ട് തുടങ്ങി. താഴെ ഇപ്പോൾ നമുക്ക് സ്നോവും ഒക്കെ കാണാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ സ്റ്റേഷനിൽ എത്തും എന്നാണ് പറഞ്ഞത്. സാധാരണ നമ്മളെപ്പോഴും എക്സ്പെക്ട് ചെയ്യുക ആദ്യം കുറച്ച് ട്രെയിൻ, പിന്നെ അതിനുശേഷം ആ ലാസ്റ്റ് സമ്മിറ്റിലേക്ക് കേബിൾ കാർ അല്ലെങ്കിൽ ഗോണ്ട്രോള റൈഡാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുക. പക്ഷെ ഇവിടെ ഒന്ന് രണ്ട് മൗണ്ടനിൽ നമ്മൾ ശ്രദ്ധിച്ചത് നേരെ തിരിച്ചാണ്. കേബിൾ കാർ മിഡ് വേലായിരിക്കും, അത് കഴിഞ്ഞ് ആ ലാസ്റ്റ് സ്ട്രെച്ച് ആ സമ്മിറ്റിലേക്ക് കയറാനായിട്ട് ഇവർ കോഗ്വീൽ ട്രെയിനാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇവിടെ കുറച്ചും കൂടെ സ്റ്റീപ്പാണ്, അതുകൊണ്ടായിരിക്കാം അവരത് യൂസ് ചെയ്യുന്നത്. അപ്പം മേലെ, ഏറ്റവും മേലെ അത്യാവശ്യം നല്ല തണുപ്പ് ഉണ്ടാവുമെന്നാണ് വെതർ പ്രകാരം നമ്മൾ മനസ്സിലാക്കിയത്. കാരണം ഇന്നലെ രാത്രിയും അവിടെ മഞ്ഞ് പെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം അത്യാവശ്യം നല്ല തണുപ്പ് ഉണ്ടാവും എന്ന് എക്സ്പെക്ട് ചെയ്തിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഫുൾ അതിനുള്ള സെറ്റപ്പിലാണ് പോകുന്നത്. നമ്മൾ തെർമൽസും അതുപോലെ തന്നെ വിൻഡർ ജാക്കറ്റും ബൂട്ട്സും തെർമൽ സോക്സും എല്ലാം കരുതിയിട്ട് തന്നെയാണ് പോകുന്നത്. അങ്ങനെ ഒരു പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് 15 മിനിറ്റ്സിൽ തന്നെ നമ്മൾ ഇവിടെ സ്റ്റേഷനിലെത്തി. ഇനി നെക്സ്റ്റ് നമുക്കൊരു ട്രെയിനാണ്. അപ്പോൾ ഈ ട്രെയിൻ പോകുന്ന വഴിയിൽ ഐസ്മിൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേഷൻ ഉണ്ട്. അവിടെ ഒരു 5 മിനിറ്റ്സ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ ആണ്. അപ്പം അവിടെ നമുക്ക് ഇറങ്ങി ആ വ്യൂ പോയിന്റിൽ നിന്നിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനുള്ള, ഒരു 5 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം സെയിം ട്രെയിനിൽ തന്നെ കയറിയിട്ട് നമ്മൾ സമ്മിറ്റിലേക്ക് പോകണം. ഫൈനലി യങ്ഫ്രയോക്കിലെ സ്റ്റേഷനിലെത്തി. അപ്പം ഈ സ്ഥലം അറിയപ്പെടുന്നത് ടോപ്പ് ഓഫ് യൂറോപ്പ് എന്നാണ്. കാരണം യൂറോപ്പിലെ ബാക്കി എല്ലാ മൗണ്ടൻസിനേക്കാളും വളരെ ഹൈറ്റിലിരിക്കുന്ന ഒരു സ്ഥലമാണിത്. അപ്പൊ ഇത് ഓൾമോസ്റ്റ് പറയുന്നത് 11,000 ഫീറ്റ് അബോവ് സീ ലെവൽ ആണ് ഇതിന്റെ എലിവേഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ മേലെ എത്തി ഒരു കുറച്ച് നേരത്തേക്ക് നമുക്കത് അറിയണ്ടായിരുന്നു. ആ ഒരു ഹൈറ്റ് ഡിഫറൻസിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അത് കുറച്ച് സമയമായപ്പോഴത്തേക്കും നമ്മൾ അതായിട്ട് അഡ്ജസ്റ്റഡ് ആയി. അപ്പോൾ ഈ മൗണ്ടൻ ടോപ്പിൽ എത്തിയതിനു ശേഷം ഇവിടെ ചെയ്യാനായിട്ട് കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ അവർ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലൊന്ന് ഈ ആൽപൈൻ സെൻസേഷൻ എക്സിബിഷൻ ആണ്. അപ്പോൾ ഈ ആൽപൈൻ സെൻസേഷൻ എക്സിബിഷനകത്ത് അവര് യങ്ഫ്രൗ റീജിയനിലുള്ള അവരുടെ ഹിസ്റ്ററിയും കൾച്ചറും ഒക്കെ വളരെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ അവിടെ കുറെ പെയിന്റിങ്സ് ഉണ്ട്, അതുപോലെ തന്നെ കുറെ സ്കൾപ്ചേഴ്സ് ഉണ്ട്. അങ്ങനെ പല രീതിയിൽ അവർ അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അവിടുത്തെ വൈൽഡ് ലൈഫിനെ കുറിച്ചിട്ടും പിന്നെ അവിടുത്തെ ക്രാഫ്റ്റ്മാൻഷിപ്പിനെ പറ്റിയിട്ടും പിന്നെ അവിടുത്തെ ജിയോളജീനെ പറ്റിയിട്ടും അങ്ങനെ പല കാര്യങ്ങളെ പറ്റിയിട്ട് അവരതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഓൾമോസ്റ്റ് ഒരു 250 മീറ്റേഴ്സ് വാക്കാണ്. അതിന്റെ ഓരോ സെക്ഷൻ എത്തുന്തോറും പല രീതിയിലാണ് അവരതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കുറച്ചു നേരം ലൈറ്റ്സും സ്നോ ഗ്ലോബ് ഒക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു ഏരിയ ആയിരുന്നു. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു റോക്കി ഏരിയ ആണ്. അങ്ങനെ പല രീതിയിൽ അവരതിനെ വെച്ചിട്ടുണ്ട് അവിടെ. അപ്പം ആ എക്സിബിഷൻ വാക്കിന് ശേഷം പിന്നെ നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഐസ് പാലസിനകത്താണ്. അപ്പൊ ഐസ് പാലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഒരു കേവ് പോലെ ഫുള്ളി ഐസ്ഡ് ആയിട്ടുള്ള ഒരു കേവിനുള്ളിൽ കൂടെയുള്ള ഒരു വാക്കാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ ഐസ് സ്കൾപ്ചേഴ്സ് കാണും, അതുപോലെ ഐസ് കോറിഡോർസ് ഉണ്ട്, ഐസ് ഫോട്ടോ പോയിന്റ്സ് ഉണ്ട്. അങ്ങനെ ഫുൾ ഐസിനുള്ളിൽ കൂടെയാണ് നമ്മൾ നടക്കുന്നുണ്ടായിരിക്കുക.
ഇതിനകത്തുള്ള എല്ലാ ആക്ടിവിറ്റീസും ഇൻക്ലൂഡിങ് ഐസ് പാലസ് എല്ലാം ആ യങ് ഫ്രയോ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പം നമ്മൾ ഈ ട്രിപ്പിനുള്ള ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ബാക്കി എല്ലാ ആക്ടിവിറ്റീസും ഇൻക്ലൂഡഡ് ആണ് ഇവിടുത്തെ. ഫുഡ് ഇൻക്ലൂഡഡ് അല്ല, അത് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കുന്നു. ഇപ്പൊ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ താഴെ ഐസാണ്. അപ്പൊ അവര് സ്പെസിഫിക്കലി പറയുന്നുണ്ട് നമ്മൾ അതിന് പറ്റിയ ഷൂ ഇടണം. ഇവിടെ എത്തിയപ്പോൾ അതുകൊണ്ട് എല്ലാവരും സ്ലോലി മൂവ് ചെയ്യാനും തുടങ്ങി. സൈഡിൽ റോഡൊക്കെ വെച്ചിട്ടുണ്ട് പിടിച്ചു നടക്കാനായിട്ട്. പിന്നെ തുടക്കത്തിൽ നമുക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾക്കും ഒരു ചെറിയൊരു ഡിഫറൻസ് ഫീൽ ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതായിട്ട് യൂസ്ഡ് ആവും. പിന്നെ നമ്മൾ ആ ഒരു പേസിൽ പോകും. അപ്പൊ തുടക്കത്തിലായതുകൊണ്ടാണ് എല്ലാവരും കുറച്ചുകൂടെ സ്ലോയിലാണ് നടക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ കാണാം പിന്നെ എല്ലാവരും അത്യാവശ്യം യൂസ്ഡ് ആയി കഴിയുമ്പോൾ പിന്നെ നേരെ പോകുന്നുണ്ടായിരിക്കും. 1930s ആദ്യമായിട്ട് ഈ ഹോൾവേ ഇവിടെ ക്രിയേറ്റ് ചെയ്തെന്ന് പറയുന്നത് ഗ്ലേഷ്യേഴ്സിന്റെ ഉള്ളിലേക്ക്. പിന്നെ ഇപ്പോൾ അതൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിട്ട് പബ്ലിക്കിന് തുറന്നു കൊടുത്തിരിക്കുന്ന കാരണം അത് വളരെ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് സ്മൂത്തൻ ചെയ്ത് അവർ വെച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഫുൾ ടൈം സ്ലൈഡ് ചെയ്താണ് നടക്കണ്ടായിരുന്നത്, താഴെ ഐസായ കാരണം. കുറച്ചു ദൂരം നടന്ന് അകത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടെ കുറെ സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പലതരത്തിലുള്ള കോറിഡോഴ്സും പിന്നെ ഫോട്ടോ പോയിന്റ്സും ഒക്കെ അവരവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ യങ് ഫ്രയോ മൗണ്ടൻ ടോപ്പിലെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഫിൻക്സ് ഒബ്സർവേറ്ററി ആണ്. അപ്പോൾ ഇത് പറയുന്നത് വൺ ഓഫ് ദി ഹയസ്റ്റ് ഒബ്സർവേറ്ററീസ് ഇൻ ദ വേൾഡ് ആണെന്നാണ് പറയുന്നത്. നമ്മൾ സ്വിറ്റ്സർലൻഡ് എത്തിയതിന് ശേഷം ഒരുപാട് ആളുകളുടെ തിരക്കായിട്ട് കണ്ട ഒരേ ഒരു സ്ഥലം ഈ യങ് ഫ്രയോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ മൗണ്ടൻ ടോപ്പിലാണ്. എസ്പെഷ്യലി ഈ ഒബ്സർവേറ്ററിയുടെ അടുത്തായിട്ട് അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. കാരണം ഇതിനകത്ത് തന്നെ പല റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉള്ളത് കൊണ്ടും ഇവിടെ കുറച്ച് തിരക്ക് പൊതുവെ കൂടുതലായിരുന്നു. ഇതിനകത്ത് ഏറ്റവും താഴത്തെ ഫ്ലോറിൽ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റും ഉണ്ടായിരുന്നു. ഈ ഒബ്സർവേറ്ററി പല മൂവീസിലും ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മുടെ ക്രിഷ് 3 സിനിമ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ക്രാഷ് ലാൻഡിങ് ഓൺ യു എന്ന് പറഞ്ഞുള്ള കൊറിയൻ ഡ്രാമയും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പല ഫോട്ടോ പോയിന്റ്സിലും ക്രാഷ് ലാൻഡിങ് ഓൺ യുവിന്റെ ഇതുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, ഫോട്ടോ ഓപ്സ് ആയിട്ട്. ഒബ്സർവേഷൻ ഡെക്കിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പല സൈഡിലേക്കും നമുക്ക് ഇങ്ങനെ നടന്നു പോകാൻ പറ്റും. എന്നിട്ട് പിന്നെ നമുക്ക് അവിടെ നിന്ന് ഓരോ സൈഡിൽ നിന്നുള്ള അതിന്റെ വ്യൂവും കാണാനായിട്ട് പറ്റും. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അവർ ബോർഡിൽ വെച്ചിട്ടുണ്ട്. ആ കാണുന്ന ഓരോ മൗണ്ടൻ ടോപ്പും ഇതിന്റെ പേരെന്താണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പോയത് അവിടുത്തെ ഗ്ലേഷ്യർ പ്ലാറ്റോയില് ഐസിലുള്ള ഒരു വാക്ക് ഉണ്ട്, കുറച്ച് മീറ്റേഴ്സ്, അതിലേക്കാണ് നമ്മൾ പോയത്. ഇപ്പൊ ഞങ്ങള് യങ് ഫ്രയോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഗ്ലേഷ്യർ വാക്ക് എന്നാണ് തോന്നുന്ന പേര്, അവിടെ വന്നിരിക്കുകയാണ്. അതൊരു ജസ്റ്റ് ഒരു വാക്കാണ്, കുറച്ച് സ്നോയിലൂടെ. സ്നോ ഫോളൊന്നും ഇല്ല, പക്ഷെ ജസ്റ്റ് സ്നോയിലൂടെ അങ്ങനെ വാക്ക് ചെയ്യാം. പക്ഷെ എല്ലാ സൈഡിലും ഭയങ്കര സ്നോവും സൺലൈറ്റുമായിട്ട് ഭയങ്കര ക്ലിയറായിട്ട് കണ്ണട വയ്ക്കാതെ നടക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. ഇവിടെ ഈ വാക്കുണ്ട്, പിന്നെ കുറച്ച് സിപ്പ് ലൈൻ കാണുന്നുണ്ട്. അതുപോലെ പിന്നെ കുറേ ഹെലികോപ്റ്റേഴ്സ് എപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അറൗണ്ട് എല്ലായിടും നോക്കിയാലും ഫുൾ സ്നോ ആണ് ഇവിടെ. അപ്പൊ ആദ്യം നമ്മൾ സിപ്പ് ലൈൻ ചെയ്താലോ എന്ന് വിചാരിച്ചു, പക്ഷെ സയാൻ ഷെയ്ഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇത് കുറച്ച് ദൂരം അപ്പുറത്ത് പോയിട്ട് അവിടെ നിന്ന് തിരിച്ച് നടന്നു വരണം. അപ്പൊ അത്രയും ദൂരം കണ്ണടയില്ലാതെ നടക്കാൻ കുറച്ച് പാടായിരിക്കും. അപ്പൊ പിന്നെ നമ്മൾ ക്യാൻസൽ ചെയ്തു. പിന്നെ അവിടെ കുറച്ച് വെയിറ്റിങ്ങും ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്തു.
ആക്ച്വലി നമുക്ക് കുറച്ച് ദൂരം അപ്പുറത്തേക്ക് നടന്നു പോകാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നമ്മുടെ അടുത്ത് ഒരു കണ്ണട ഇല്ലാത്തത് കൊണ്ട് കുറച്ച് ദൂരം വന്നപ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ ശരി, ഒരു കുറച്ച് ഡിസ്റ്റൻസ് വന്നിട്ട് നമ്മൾ പിന്നെ തിരിച്ചു പോകാനായിട്ട് ഡിസൈഡ് ചെയ്തു. അപ്പോൾ കുറച്ച് നേരം കുട്ടികൾ മഞ്ഞിലൊക്കെ കളിച്ച് നമ്മൾ തിരിച്ചു പോയിട്ട് ലഞ്ച് കഴിക്കാനായിട്ടാണ് ഡിസൈഡ് ചെയ്തത്. ലഞ്ചിന് ശേഷം നമ്മൾ യങ്ഫ്രയോക്ക് മൗണ്ടനിൽ റിട്ടേൺ ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്തു. അപ്പോൾ അതിനുശേഷം നമ്മൾ പോയത് ഒരു ഫെയറി ടെയിൽ വില്ലേജ് എന്നറിയപ്പെടുന്ന ലോട്ട്ർബ്രൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തൊക്കെയാണ്. അപ്പോൾ ഈ വീഡിയോയുടെ ലെങ്ത് ഇപ്പോൾ കുറച്ച് കൂടിയത് കൊണ്ട് നമ്മൾ അവിടുത്തെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.